വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പാർട്ടി പോപ്പറാണ് പരിചയപ്പെടാനിരുന്നത്. ഇങ്ങനത്തെ ഒരു പോപ്പറാണ് നമ്മൾ ഉണ്ടാക്കാൻ കരുതിയിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മറ്റേ പാർട്ടി പോപ്പറിൻ്റെ കുറച്ച് സാധനങ്ങൾ ഇട്ടാൽ ഇങ്ങനെ വെക്കുമ്പോൾ അത് പൊങ്ങിപ്പോകുന്നതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാമല്ലോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കുഴൽ പോലത്തെ സാധനമാണ്. അത് ഫ്രണ്ടിലും ബാക്കിലും ഊട്ടയുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേപ്പർ, അത് വൈറ്റ് ആയാലും ഏത് കളറായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബലൂണാണ്. പിന്നെ പശ വേണം. പിന്നെ നമുക്ക് ഹൈലൈറ്റേഴ്സാണ് വേണ്ടത്. അത് ഞാനിപ്പോൾ എടുത്തേക്കുന്ന പിങ്കും ലൈറ്റ് ബ്ലൂ കളറുമാണ്. പിന്നെ നമുക്ക് ആവശ്യം സിസർ, റബ്ബർ ബാൻഡ് നിങ്ങൾക്ക് അറിയാലോ. ഇല്ലെങ്കിൽ ഒന്ന് സ്റ്റാപ്ലർ അടിച്ചു വിട്ടാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സ്റ്റിക്കേഴ്സാണ്. ഞാൻ ആദ്യം കാണിച്ച പോപ്പറിൽ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ഒട്ടിക്കാനാണ് ഈ സ്റ്റിക്കേഴ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ബലൂണിൻ്റെ അറ്റത്തെ ഭാഗം ഇങ്ങനെ കെട്ടിക്കൊടുക്കണം. പിന്നെ ആയിട്ട് കത്രിക കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊടുക്കണം. അതിൻ്റെ ഈ കുഴൽ പോലത്തെ സാധനം ഈ ഭാഗത്ത് എനിക്ക് കെട്ടാൻ ഈ ബലൂൺ വയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് ബലൂൺ വയ്ക്കാം. ഈ സാധനം കറക്റ്റ് നടുക്ക് വേണം, അല്ലെങ്കിൽ മൊത്തം പാളിപ്പോവും. അപ്പം നമ്മൾ കറക്റ്റ് നടുക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് എടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഈ റബ്ബർ ബാൻഡ് എന്തിനാ കെട്ടുന്നതെന്ന് വെച്ചാൽ ഈ നമ്മൾ വലിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഊരിപ്പോയേക്കാം ബലൂണ്. അതിനാണ് നമ്മൾ റബ്ബർ ബാൻഡ് കെട്ടുന്നത്. ഈ ടൈറ്റായിട്ടുള്ള ബലൂണാണെങ്കിൽ കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ വൈറ്റ് പേപ്പർ, ആ വൈറ്റ് പേപ്പർ കൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ മടക്കണം. അതിന് ഫസ്റ്റ് നമുക്ക് പക്ഷേ തീരാറായിരിക്കുവാണ്, അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ പശ ഒഴിച്ച് കൊടുക്കാം. ഇന്നർ സൈഡ് മാത്രം, ഔട്ടർ സൈഡ് വേണ്ട. ഇന്നർ സൈഡ് മൊത്തം പശ ഒഴിച്ചിട്ട് നമുക്ക് തേക്കണം. തേക്കൊന്നും വേണ്ട, വെറുതെ ഇട്ടാൽ മതി. പിന്നെ നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇങ്ങനെ ചുളുക്കുമ്പോൾ അകത്താവുന്ന രീതിയിൽ ഇങ്ങനെ മടക്കണം. ചിലപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ ഇങ്ങനെ മടക്കി ചുരുട്ടി വയ്ക്കുമ്പോൾ ലൂസായേക്കാം. പക്ഷെ ടൈറ്റ് ആവുന്ന രീതിയിൽ മാക്സിമം നിങ്ങൾ കെട്ടാൻ നോക്കണം. പിന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം, അവിടെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, കത്രിക കൊണ്ടൊന്ന് വെട്ടിക്കൊടുക്കണം. നമുക്കറിയാലോ ഈ സൈഡൊന്നും നമുക്ക് വേണ്ട. പിന്നെ ഈ വെട്ടിക്കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഭാഗം വരും. ഇങ്ങനത്തെ ഭാഗം നമ്മളൊന്ന് വെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ വൃത്തികേടായിട്ട് തോന്നും. നിങ്ങൾക്ക് വെട്ടിക്കൊടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ വെട്ടിക്കൊടുക്കണ്ട. ഞാനിവിടെ വെട്ടിക്കൊടുക്കുക. ബാക്കി ഞാൻ കളഞ്ഞു. എന്നിട്ട് അകത്തേക്കൊന്നാക്കാം. അപ്പം നിങ്ങളെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിക്കുമ്പോൾ അകത്ത് കിടക്കുന്ന സാധനം ഇങ്ങനെ പൊങ്ങി വരുന്ന രീതിയിലാണ് ഇതിൻ്റെ വർക്കിങ്. അപ്പം നമ്മൾക്ക് ഇവിടെ ഡിസൈൻ പോലെയൊക്കെ പോപ്പർന്ന് എഴുതാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്. അപ്പം ഈ ഒരു കവായിനെ ഞാൻ എടുക്കുവാണ്. എടുത്തിട്ട് ഈ സൈഡിലായിട്ട് ഞാനിങ്ങനെ ഒട്ടിക്കുന്നു. പിന്നെ കുറച്ച് മേളിൽ കുറച്ച് ഡിസൈൻ വേണ്ടത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. ഇങ്ങനെ അതേപോലെ തന്നെ വേറെ അതേപോലത്തെ എടുത്തിട്ട് പുറകിലും ഞാൻ അങ്ങനെ ഒട്ടിക്കുന്നു.
ഇനി നമുക്ക് അതേപോലെ തന്നെ വേറെ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ പ്ലേ ഗെയിം എന്ന് പറഞ്ഞ സാധനമാണ് എടുക്കുന്നത്. അത് ഈ പോപ്പറിൻ്റെ താഴെ ആയിട്ടങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. പോപ്പറിന് എഴുതിയിരിക്കുന്ന താഴെയായിട്ട്, പോപ്പറിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നോക്കാം. അപ്പം അതിനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തുനിന്ന് കുറച്ച് ഇതിനകത്തേക്ക് നമുക്കിടാം. പിന്നെ താഴെ പോയതും കൂടെ എടുത്തിടണം, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോ അച്ഛനോ വഴക്ക് പറഞ്ഞേക്കും. ഓക്കെ, അങ്ങനെ ഇതെല്ലാം അകത്ത് പോയിട്ടുണ്ട്. നമുക്കിനി പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാമെന്ന് നോക്കാം. പുറത്ത് പോകാണ്ട് ഇവിടെ ഇരുന്ന അച്ഛനും അമ്മയന്മാരും വഴക്ക് പറയും. അപ്പം നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പം നമുക്ക് ഫൈനൽ റിസൾട്ട് ഒന്ന് നോക്കാം. റെഡി, 1 2 3. ഇത് നല്ല പോലെ പൊട്ടുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇന്നത്തെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബൈ ബൈ, അടുത്ത വീഡിയോ.